إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس اتقوا الله عباد الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. إن يشاء يذهبكم ويأتي بخلق جديد وما ذلك على الله بعزيز. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ബഹുമാനമുള്ള ഓഫീസത്തിലെ വിശ്വാസിനികളായിരിക്കരെ സഹോദരങ്ങളെ സഹോദരിമാരെ, റബ്ബുൽ ആലമീനായിരിക്കരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിധിവിലക്കുകൾ നല്ലപോലെ കാത്തു സൂക്ഷിച്ച് തഖ്വാബോധമുള്ളവരായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാൻ ഓരോരുത്തരും അല്ലാഹുവോട് നിരന്തരമായി പ്രാർത്ഥിക്കണുണ്ടു, പരിശ്രമിക്കണുണ്ടു. എന്നോടെന്ന പോലെ എല്ലാവരെയും ആദ്യമായി വസിയത്ത് ചെയ്യരെ, ഉത്ബോധിപ്പിക്കരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുക്ക് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ദുരന്തങ്ങളുടെ വാർത്തകളാണ്, കാഴ്ചകളാണ് ഈ അടുത്ത കാലത്തായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. 3-4 ദിവസമായി കേരളത്തിലെ വയനാട്ടിൽ ഇന്നതായിട്ടിക്കരെ ഉരുൾപൊട്ടൽ, ലാൻഡ് സ്ലൈഡ്, അതിലൂടെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ, ഒരു റായ മുഴുവനും മണ്ണിരെ അടിയിലായിട്ടിക്കരെ വളരെ കരളരിയിപ്പിക്കരെ, മനസ്സ് പിടഞ്ഞു പോരുന്നതായിട്ടിക്കരെ കാഴ്ചകളാണ് അവിടെ നിന്നും നാം കേട്ടോടിക്കരുത്, കണ്ടോടിക്കരുത്. എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി.
ആ മരണപ്പെട്ടു പോയ ആളുമാർ ആരാണ് എന്ന് പോലും ശരിക്കും അവരെപ്പറ്റി അറിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത, വേർതിരിച്ചറിയാൻ പറ്റാത്ത നിലയിലായിട്ട് പല ഡെഡ് ബോഡികളും അത്രമാത്രം ദാരുണമായിട്ടിക്കരെ, വളരെ ഭയാനകമായിട്ടിക്കരെ വേദനാജനകമായ കാഴ്ചകളാണ് അവിടെ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നാം അവർക്ക് വേണ്ടി അള്ളാഹുവോട് ആത്മാർത്ഥമായ നിലയ്ക്ക് നാം പ്രാർത്ഥിക്കണം, ദ്വായിരക്കണം. അല്ലാതെ വേറെ ഒരു മാർഗവും നമുക്കില്ല എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതായിട്ടിക്കരെ അവൻ്റെ പരീക്ഷകൾ, അവൻ്റെ പരീക്ഷണങ്ങൾ അതിനെ തടുക്കണുകൂ മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തങ്ങൾക്കും സാധ്യമല്ല. സയൻസും ടെക്നോളജിയും എത്ര കണ്ട് ഉയർച്ച പ്രാപിച്ചിട്ടുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ ഖലാഇനെ തടുക്കണുകോ അതൊന്നും സാധ്യമല്ല. തടുക്കണുകു സാധ്യമുള്ളത് ഒരേ ഒരു ആയുധമായിട്ടിക്കര്, അതെന്തിരെ? അത് ദുആയാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പിടിപ്പാട്ടത്. ലാ യറുദ്ദുൽ ഖലാഅ ഇല്ല ദുആ, ലാ യറുദ്ദുൽ ഖദറ വൽ ഖലാഅ ഇല്ല ദുആ. അല്ലാഹു കണക്കാക്കിയതായിട്ടിക്കരെ ഖദർ ഖലാഇനെ തടുക്കണുകു അല്ലാഹുവിലേക്ക് തന്നെ മൊരെ പോവുന്നതല്ലാണ്ട് വേറെ ഒരു രക്ഷാമാർഗവുമില്ലാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടറ്. ഇന്ന ദുആ യൻഫഉ മിമ്മാ നസല വമിമ്മാ ലം യൻസിൽ ഫഅലൈക്കും ഇബാദല്ലാഹ് ബിദ്ദുആ. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ ചൊല്ലുന്നു, ഇന്ന ദുആ യൻഫഉ മിമ്മാ നസല. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വന്നതായിട്ടിക്കര വിപത്തുകൾ, ദുരന്തങ്ങൾ, പരീക്ഷണങ്ങൾ, വന്ന പരീക്ഷണങ്ങളും ഇനി ഭരണുകു സാധ്യതയുള്ളതായിട്ടിക്കര വമിമ്മാലം യൻസിൽ, ഭരണുകു സാധ്യതയുള്ളതായിട്ടിക്കര പരീക്ഷണങ്ങൾക്കും അതിനെയെല്ലാം തടയിടണുകോ ഉപകാരപ്രദമായിട്ടിക്കരുത്, അതിനെ തടയണുകു സാധിക്കരുത്. അത് ദുആക്ക് മാത്രമായിട്ടിക്കര്, അല്ലാഹുവോട് തന്നെ നാം വരെ പോവലായിട്ടിക്കര്, വേറെ ഒരു മാർഗമില്ലാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ പഠിപ്പാട്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ റായത്ത്, വയനാട് എന്ന് ചൊല്ലുന്ന മുണ്ടക്കൈ, ചൂരൽപ്പല എന്നൊക്കെ പേരിൽ അറിയപ്പെട്ട ആ റായം മുഴുവനും മണ്ണിലടിയിലായിട്ടിരിക്കുന്നത്. പിന്നെ അവിടെ ആരെങ്കിലും ബതുക്കരങ്ങുണ്ടെങ്കിൽ അങ്ങക്കു ചിലപ്പോൾ അങ്ങളെ ഉമ്മപ്പന്മാർ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ഞങ്ങളെ മക്ക നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ഞങ്ങളുടെ പതിപത്നിമാർ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ഞങ്ങളെ ബന്ധപ്പെട്ടവർ, വേണ്ടപ്പെട്ടതായിരിക്കുന്ന ആളുമാരെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു വിഭാഗം ജനങ്ങൾ, അവർക്ക് വേണ്ടി അല്ലാഹുവോട് നാം പ്രാർത്ഥിക്കണം. അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണു വേണ്ടി അവർക്ക് അല്ലാഹു തആല ക്ഷമിക്കണുകോ സബൂർ ചെയ്യണുകൊള്ള ആ തൗഫീഖ്, ആ കഴിവ് അല്ലാഹു തആല അവർക്ക് കൊടുക്കണു വേണ്ടി, അവരെ കൂട്ടത്തിൽ നിന്നിട്ട് മരിച്ചു പോയതായിരിക്കുന്ന നല്ല നല്ല സത്യവിശ്വാസികളായ ആളുമാർക്ക് വേണ്ടി സ്വർഗം ലഭിക്കണു വേണ്ടി, അതേപോലെ തന്നെ ആ തത്തുല്യമായതായിട്ടിക്കരെ അവർക്ക് വന്നതായിട്ടിക്കരെ പരീക്ഷണങ്ങൾ ഇനി അവർക്കോ നമുക്കോ ആർക്കും വരാതിരിക്കണു വേണ്ടി ആ റായ മുന്നേ എങ്ങനെയെന്നോ അതേ അവസ്ഥയിലേക്ക്, അതിനേക്കാളും നല്ല ഒരു അവസ്ഥയിലേക്ക് ആ റായത്തെ അല്ലാഹു തആല മടക്കണു വേണ്ടി, അങ്ങനെ ആ റായത്തിപ്പോൾ ആരെല്ലാം ഒതുക്കിയിട്ടുണ്ടോ, ആരെല്ലാം ജീവിച്ചിരിപ്പുണ്ടോ, അവർക്കെല്ലാം നന്മയ്ക്ക് വേണ്ടി അല്ലാഹുവോട് നാം പ്രാർത്ഥിക്കണം. റബ്ബു സുബ്ഹാനഹു വ തആല എല്ലാവിധ ചെറുതും വലുതുമായ പരീക്ഷണങ്ങളിൽ നിന്ന്, ആപത്ത് വിപത്തുകളിൽ നിന്ന്, കഷ്ടസങ്കഷ്ടങ്ങളിൽ നിന്ന് അല്ലാഹു അവരെയും നമ്മെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നിട്ട് മരിച്ചുപോയ സജ്ജനങ്ങളായ ആളുമാർ, സത്യവിശ്വാസികൾക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്ങാനാകാത്ത എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു അവരെയും നമ്മെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ നമുക്ക് ചില ഗുണപാഠങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കതിൽ നിന്നിട്ട് ചില ഗുണപാഠങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്.
പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിർ നാം മറിച്ചു നോക്കുമ്പോൾ അവിടെ നമുക്കൊരു ആയത്ത് കാണാം. എന്തിരെ ആ ആയത്തിൽ അല്ലാഹു തആല ചൊല്ലുറു, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. ഓ മനുഷ്യരെ, എല്ലാ മനുഷ്യരെയും വിളിച്ചിട്ടാണ് അല്ലാഹു തആല ചൊല്ലുന്നത്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ അവലംബം ആവശ്യമുള്ള ആളായിട്ടിക്കറാറ്. നിങ്ങൾ അല്ലാഹുവിന്റെ ആശ്രയം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യൻ്റെ അവസ്ഥ ആയിട്ട് ചെന്നെങ്കിൽ അവൻ്റെ കയ്യിൽ കുറച്ച് കാശാകുമ്പോഴത്തോ, അവനക്ക് കുറച്ച് കഴിവ്, കുറച്ച് താക്കത്ത് അവനക്ക് ലഭിക്കുമ്പോഴത്തോ, അല്ലെങ്കിൽ കുറച്ച് അറിവ് അവനങ്ങ് നേടുമ്പോഴത്തോ, അല്ലെങ്കിൽ അവരുടെ ചുറ്റുഭാഗത്തും ഒരുപാട് ശാസ്ത്രവും അതുപോലെ ടെക്നോളജിയും എല്ലാം പുരോഗമിക്കുന്നത് കാണുമ്പോൾ മനുഷ്യൻ അഹങ്കരിച്ചു പോകരുത് നാം കാണുന്നു, ആർമാദിച്ചു പോകരുത് നാം കാണുന്നു. ഇല്ല, നിങ്ങൾക്ക് ആർമാദിക്കണകോ ആഹ്ലാദിക്കണകോ യാതൊരു വകയുമില്ല. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങളൊന്നും ഇതിനൊന്നും തടുക്കൊണ്ടുക നിങ്ങൾക്ക് സാധ്യമല്ല. ഈ കർണാടകയിൽ തന്നെ ഒരു മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ശിരൂർ എന്ന് പറയുന്ന ഒരു ജാഗയിൽ ലോറിയോട് കൂടി അതിൻ്റെ ഡ്രൈവർ അങ്ങ് നഷ്ടപ്പെട്ടു പോയപ്പോൾ ലോറിയെയോ ഡ്രൈവറെയോ പോലും രണ്ടാഴ്ച മനസ്സിലാക്കണം, 10-14 ദിവസം അന്വേഷിച്ച് അതും എങ്ങനെ ആധുനിക യുഗത്തിൽ കണ്ടുപിടിക്കപ്പെട്ട ഏറ്റവും നല്ല ഉയർന്ന തരത്തിലുള്ള ആ യന്ത്ര സാമഗ്രികൾ, ഉപകരണങ്ങൾ, റഡാർ പോലത്തെ ഉപകരണങ്ങളൊക്കെ കൊണ്ടുവന്ന് നോക്കിയിട്ടും ഇതുവരെ കണ്ടുപിടിക്കണക്ക് 10 അറ്റണക്ക് സാധ്യമായിട്ടില്ല. അല്ലാഹു തആല ചൊല്ലുമ്പോൾ അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിനെ അവലംബമാക്കാണ്ട് ഒരു നിലക്കും നിർവാഹമില്ല. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹുവായിട്ടിക്കറ, നിരാവലംബിയായിട്ടിക്കരെ, ആരുടെയും ആശ്രയമില്ലാത്ത നിരാശ്രയനായിട്ടിക്കരെ, നിരപേക്ഷനായവൻ അത് അല്ലാഹു മാത്രമായിട്ടിക്കറാട്ട് നിങ്ങൾ മനസ്സിലാക്കുറുണ്ട്. അല്ലാഹു തആല ചൊല്ലുറു, അത് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് അല്ലാഹു നമുക്കിതെല്ലാം തന്നത്. രണ്ടാമത് അല്ലാഹു ചൊല്ലുന്നത് നോക്കുറു, നിങ്ങൾ അഹങ്കാരം ചെമ്മയായി പോയാൽ, എല്ലാം തേഞ്ഞവനാണ് എന്നതാണ് നിങ്ങളുടെ ചിന്താഗതിയെങ്കിൽ, നിങ്ങളുടെ ധാരണയും ധോരണയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കൂ, അല്ലാഹു വേണമെങ്കിൽ നിങ്ങളെ ഒന്നാകെ നിങ്ങളെ നിർമാർജനം ചെയ്യണമെങ്കിൽ അല്ലാഹു തആല സാധിക്കും. ഒന്നാകെ നിങ്ങൾ അവിടുന്ന് മായ്ച്ചു കളയണമെങ്കിൽ അല്ലാഹു തആലക്ക് സാധിക്കും. എന്നിട്ട് നിങ്ങളുടെ ആ സ്ഥാനത്ത് വേറെ ഒരു ജനതയെ അല്ലാഹു തആലക്ക് കൊണ്ടുവരണമെങ്കിൽ അല്ലാഹു തആലക്ക് സാധിക്കും. ഇത് അല്ലാഹുവിന് വലിയ കഷ്ടമുള്ള കാര്യമൊന്നുമല്ലാണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് അല്ലാഹു തആലക്ക് വലിയ കഷ്ടമുള്ള കാര്യമല്ല. നിങ്ങളെ ഒന്നടങ്കം നിങ്ങൾ നിർമാർജനം ചെയ്ത് നിങ്ങളെ ആ സ്ഥാനത്ത് വേറെ ഒരു ഖൗമിനെ കൊണ്ടുവരണോ, വേറെ ഒരു ജനതയെ കൊണ്ടുവരണോ അല്ലാഹു തആലക്ക് സാധിക്കൊണ്ട്. സൂറത്തുൽ ഫാത്തിറിലെ 15-ാമത്തെ ആയത്ത് ഇത് നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മയാകേണ്ടതുണ്ട്. അതേപോലെ പ്രിയമുള്ളവരെ, നാം ഒരിക്കലും വിചാരിച്ചു പോ നമ്മൾ സുരക്ഷിതരാണല്ലോ, നമുക്കിനൊന്നും പേടിയില്ല, വേറെ ഏതോ ഒരു നാട്ടിൽ ഇല്ല, നമുക്കും അങ്ങനെ വകയില്ല. നിങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ ശിക്ഷ അഥവാ അല്ലാഹുവിന്റെ ഒരു പരീക്ഷ അത് അല്ലാഹു തആല ഇറക്കുമ്പോ അത് നിങ്ങളിലെ അക്രമികളെ മാത്രമായിട്ടിക്കല, അത് ബാധിക്കരുത്. നിങ്ങൾ ഭയപ്പെടരുത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഒരു ശിക്ഷയോ അതൊരു പരീക്ഷണ രൂപത്തിൽ വരുമ്പോ നിങ്ങൾ ഭയപ്പെടരുത്. അത്തരത്തിലുള്ള പരീക്ഷയെ, അത്തരത്തിലുള്ള ശിക്ഷയെ നിങ്ങൾ പേടിക്കറു. അത് നിങ്ങളുടെ കൂട്ടത്തിൽ അക്രമികളായ ആളുമാരെ മാത്രം ബാധിക്കരുതായിട്ടിക്കല. ചിലപ്പോ നിങ്ങൾ നല്ലവരായിട്ടുണ്ടെങ്കിലും നിങ്ങൾ സജ്ജനങ്ങളായിട്ടുണ്ടെങ്കിലും നിങ്ങളെയും ബാധിക്കും. അക്രമികളായ ജനങ്ങളെ മാത്രം അത് ബാധിക്കരുതായിട്ടിക്കലാണ്ട് അല്ലാഹു തആല ചൊല്ലുറ്. അതുകൊണ്ട് എന്തിനു വേണം ഒരു സത്യവിശ്വാസിയുടെ ചൊല്ലുற മനുഷ്യൻ എല്ലാ സമയത്തും അക്രമങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്നിട്ട് അവൻ ദൂരെയുണ്ടാകണം. അക്രമം കൊണ്ട് ചൊല്ലുമ്പോൾ അതിൽ എല്ലാ അക്രമവും വന്ന് അക്രമങ്ങളുടെ കൂടെ ഏറ്റവും വലിയ അക്രമമായി ചിക്കര ഷിർക്ക്, അത് പ്രധാനമായും ശ്രദ്ധിക്കണം.
ശിർക്കിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് അക്രമമുണ്ടല്ലേ, ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് കൊണ്ട് ചൊന്നെങ്കിൽ ഏറ്റവും വലിയ അക്രമമാണ്. ഇവിടെ അല്ലാഹു തആല ചൊല്ലുന്നത് നിങ്ങൾ നോക്കണം, ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ, നിങ്ങളുടെ കൂട്ടത്തിൽ അക്രമികൾ അക്രമം ചെയ്യുന്ന ആളുമാരെ മാത്രം ബാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ സ്വയം അക്രമങ്ങളിൽ നിന്നും ശിർക്കിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ദൂരത്താകണമെന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള പ്രവണതകൾ, അക്രമങ്ങളും അനാചാരങ്ങളും ശിർക്കുകളും ഒരു റായത്തുണ്ടാകുമ്പോഴത്തോ അവിടെ അവനക്കും മിണ്ടാതിരിക്കണക്ക് സാധ്യമല്ലാണ്ടാണ് അല്ലാഹു തആല പിടിപാട്ടുള്ളത്. നിഷ്ക്രിയനായി പോകുന്നൊരവസ്ഥ ഉണ്ടായി പോയാൽ അവനുക്കും അല്ലാഹുവിന്റെ ശിക്ഷ ബാധിക്കുന്നത് കാരണമായി തീരും. അക്രമോണ്ട് ചൊന്നെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷയിട്ട് ചൊന്നെങ്കിൽ അത് അക്രമികളായിട്ട് അപരാധികളായ ആളുമാരെ മാത്രം പിടികൂടുന്നതല്ല, അപരാധിമയമായിട്ട് ഒരു സമാജത്തിൽ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴത്തോ ആ അക്രമത്തെ കണ്ടിട്ട് നിഷ്ക്രിയരായിട്ട് അങ്ങളെ മേലും അത് ബാധിക്കൊണ്ടാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ ചൊല്ലുന്നത്. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവിധത്തിലുള്ള അനാചാരങ്ങൾക്കെതിരിൽ, അക്രമങ്ങൾക്കെതിരിൽ ഇതുപോലത്തെ മിമ്പറുകളിൽ, മെഹ്റാബുകളിൽ നാം എല്ലാവിധ ദുഷ്കൃത്യങ്ങൾക്കെതിരെ, പ്രത്യേകിച്ചും അക്രമങ്ങളുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഏറ്റവും തലപ്പത്തുള്ള ശിർക്കിനെതിരെ നാം ശബ്ദിക്കുന്നത്, ആരുടെയും മുഖം നോക്കാതെ നാം ശബ്ദിക്കുന്നത്, ആരുടെ ആക്ഷേപങ്ങളെയും വലവെക്കാതെ ഇത്തരത്തിലുള്ള മിമ്പറുകളിൽ നാം ശബ്ദിക്കുന്നത്, ഇത് ഈ ആയത്തിനെ പരിഗണിച്ചുകൊണ്ടായിരിക്കാറ്. അതേ, അല്ലാഹുവിന്റെ ശിക്ഷ അത് അക്രമികളെ മാത്രം ബാധിക്കുകയില്ല, അക്രമം കണ്ട് നിഷ്ക്രിയരായിട്ടിക്കരവരെയും ബാധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പിടിപാട്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ആപത്തുകൾ, വിപത്തുകളൊക്കെ ഇറക്കുമ്പോൾ ആ ഇറക്കിയതിന് ശേഷം അതിൽ നിന്നിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ആരെയും അല്ലാഹു തആല സൂറത്ത് അൻആമിൽ കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു ചാലഞ്ച് രൂപത്തിൽ കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖുൽ മൻ യുനജ്ജീകും മിൻ ദുലുമാത്തിൽ ബർരി വൽ ബഹരി തദ്ഉനഹു തളർറുഅൻ വഖുഫിയാ ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ. ഖുൽ പ്രവാചകരങ്ങളെ കേൾക്കൂ, മൻ യുനജ്ജീകും മിൻ ദുലുമാത്തിൽ ബർരി വൽ ബഹരി, കടലിലും കരയിലും നിങ്ങൾക്ക് വിപത്തുകളും ആപത്തുകളും കഷ്ട സംകഷ്ടങ്ങൾ വരുമ്പോഴത്തോ നിങ്ങളെ രക്ഷപ്പെടുത്തുക ആരുണ്ട് എന്നങ്ങളട്ടെ കേൾക്കൂ. ഉത്തരം ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ, നിങ്ങളവിടെ രക്ഷിക്കണോ? നിങ്ങളുടെ നേർച്ചക്കാർ അവിടെ ഇക്കല, അമ്പിയാക്കന്മാരോ ഔലിയാക്കന്മാരോ അവിടെ നിങ്ങളെ സഹായത്തിക്കെത്തല. നിങ്ങൾ വലിയ സയൻസും ടെക്നോളജിയും കൊണ്ട് പൗരുഷം നടിക്കാറല്ലേ, പൊങ്കച്ചം പാടാറല്ലേ. നിങ്ങളെ ശാസ്ത്രജ്ഞന്മാരോ അതേപോലെ നിങ്ങളുടെ ഗവേഷകന്മാരോ നിരീക്ഷകന്മാരോ ഒന്നും അവിടെ ഇക്കല കൂട്ടരെ. നിങ്ങളെ രക്ഷിക്കൊണ്ടുള്ളത് അല്ലാഹു യുനജ്ജീകും മിൻഹാ, ആ വിപത്തുകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കൊണ്ടുള്ളത് അല്ലാഹു മാത്രമായിട്ട്. ഓമിൻ കുല്ലി കർബിൻ, അത് മാത്രമല്ല അതുപോലത്തെ എന്തെല്ലാം വിപത്തുകളുണ്ടോ. ചിലപ്പോൾ നിങ്ങൾ അല്ലാഹു തആല ചെറിയ ഒരു കണ്ണിൽ കാണാത്ത മൈക്രോസ്കോപ്പിന്റെ സഹായത്തിൽ മാത്രം നോക്കിയാൽ കാണുക സാധ്യമുള്ള ചെറിയ കൃമികളെ കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. ചിലപ്പോൾ ഒരു വവ്വാലായിരിക്കും, ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സിനെ തിന്നിട്ട് അതിലൂടെ ആയിരിക്കും നിങ്ങൾ അല്ലാഹു തആല പരീക്ഷിക്കുന്നത്. അങ്ങനെ ഏതെല്ലാം പരീക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണോ അല്ലാഹുക്കല്ലാണ്ട് വേറെ ആർക്കും സാധ്യമല്ല. ഇതെല്ലാം ആയിട്ടും സുമ്മ അൻതും തുശ്രികൂൻ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാറ്? അല്ലാഹുവിൽ പങ്കു ചേർക്കാറ്. അള്ളാഹുവിൻ്റെ ഈ ചോദ്യം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഇവിടെ മനസ്സിലാക്കണം. ധാരാളം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന പ്രവണതകൾ, അള്ളാഹുവിനെ മറന്നും കൊണ്ട് അള്ളാഹുവിനെ ഭാഗീദാരന്മാരാക്കുന്ന ഒരുപാട് പ്രവണതകൾ നാം ഇവിടെ കാണുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ കാല സമാജത്തെ അല്ലാഹു തആല ശിക്ഷിച്ചതായിരിക്കുന്ന ആ ആയത്തിലൂടെ ഒന്ന് നിങ്ങൾ നടന്നു നോക്കുന്നത് വേണ്ടി അല്ലാഹു തആല ചൊല്ലുന്നു സൂറത്തുർ റൂമിൽ, ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന അഖിബത്തുൽ ലദീന മിൻ ഖബൽ, നിങ്ങൾ ഭൂമിയിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കൂ, എന്നിട്ട് ഗതകാല സമൂഹത്തെ പറ്റി നിങ്ങളൊന്ന് പഠിക്കൂ. അവരുടെ പരിണാമം എന്തായിട്ടുണ്ട്, അവരുടെ അന്ത്യം എന്തായിട്ടുണ്ട്, അവരുടെ അന്തിമ പരിണാമം എന്തായിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കൂ. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലാഹുവാണ് ചൊല്ലുന്നത്, കാന അക്സറുഹും മുശ്രിക്കീൻ,
വകാന അക്സറുഹും മുശ്രിക്കീൻ, ഞങ്ങൾ ചെമ്മാളുകളും മുശ്രിക്കീങ്ങളായതുകൊണ്ടായിരിക്കരുത്. അക്സറുഹും മുശ്രിക്കീൻ, ചെമ്മാളുകളും മുശ്രിക്കീങ്ങളാണ്. അങ്ങോ അള്ളാഹുവിന് ഭാഗീദാരന്മാരെ സഹഭാഗികളെ സഹഭാഗിത്വം ഉണ്ടാക്കിയവരായിരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു. കഴിഞ്ഞ ഖുത്ബയിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കിയ ഇതുമായി ബന്ധപ്പെട്ടിട്ട്, ഖബറുമായി ബന്ധപ്പെട്ടിട്ട്. അതേ, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിപത്തുകൾ ഇറക്കുമ്പോൾ അള്ളാഹുലേക്ക് ഉയരുന്ന കൈകൾ, ആ കളിക അങ്ങ് കഴിയുമ്പോൾ പിന്നീട് അള്ളാഹുവിനെ മറന്നുപോയി, പിന്നീട് അള്ളാഹുവല്ലാത്ത ആരാധ്യ വസ്തുക്കളുടെ പിന്നാലെ പോകരുത്. നാം ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ പെട്ടെന്നാണ് അവന് മറവി സംഭവിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം നോക്കുക, ഈ ശിർക്കിൻ്റെ ചൊല്ലുന്ന കാര്യം ഇതാദ്യമായി ഉടലെടുത്തത് ഏത് കാലഘട്ടത്തിലായിട്ടുണ്ട്? നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലായിട്ടുണ്ട്. അതുവരെ ശിർക്ക് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അതുവരെ ഉണ്ടായിരുന്നില്ല. അത് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം മുതൽക്ക് വേറെ പല ദുഷ്കൃത്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശിർക്ക് എന്ന് പറയുന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് തുടക്കം കുറിച്ചതായിട്ടുണ്ട്. എങ്ങനെയാണ് ആ ശിർക്കിന് തുടക്കം കുറിച്ചതെന്ന് ഞാൻ പരിശോധിച്ചാൽ അതെല്ലാം മരിച്ചവരുമായി ബന്ധപ്പെട്ട, ഖബറുകളുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് നമുക്ക് കാണാം. അതിങ്ങനെ തുടർന്ന് വേണ്ടി വീണ്ടും നമുക്ക് കാണാം. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ഒരാളായിട്ടല്ലേ നിങ്ങളുടെ ഈ കർണാടകയിൽ ഉണ്ടായിരുന്ന കൂറാത്തങ്ങളുണ്ട് ചൊല്ലുന്ന ഒരാളെ പറ്റി നിങ്ങൾക്കൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലാതെ ഒരു ചർച്ചയായ ഒരു വിഷയമായിട്ട് അയാളുടെ മരണവും തുടർന്ന് അയാളുമായി ഖബറുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളൊക്കെ അതേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പാട്ടാത്ത പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് എതിരായിട്ടിക്കരെ ഒരുപാട് പേക്കൂത്തുകളും തോന്നിവാസങ്ങളും ആ ഖബറുമായി ബന്ധപ്പെട്ട് ആ ഖബറിന്റെ സമീപത്ത് നടന്നത് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തിന് വേണം? മരിച്ചു കഴിഞ്ഞാൽ അവിടെ പാലിക്കേണ്ട മര്യാദകൾ എന്താണ്? എല്ലാം ഇസ്ലാം വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പാട്ടി തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കതെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം എതിരായിട്ടായിട്ടും അവിടെ നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാം അതെല്ലാം കണ്ടതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. അതൊക്കെ ചർച്ചാ വിഷയമായ കാര്യമാണ്. കാലത്ത് നോക്കുമ്പോൾ ഒരു നല്ല ഒരു സാധാരണ ഒരു ഖബറായിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കഥ അതിലേക്ക് ഒരു പച്ച പുതക്കറ്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കഥ അത് ഒരു ബാരിക്കേടി വേണ്ട, പിന്നെ അതാ നേർച്ചപ്പെട്ടിയൊന്നും ഉണ്ടാവുന്നില്ല, പിന്നെ കുറെ പണം ഇങ്ങനെ വാരിക്കോരി എറിയറ്, അങ്ങനെ ഘട്ടം ഘട്ടമായി ഇങ്ങനെയുള്ള വളർച്ചയാണ് ആ ഖബറുമായി ബന്ധപ്പെട്ട് അവിടെ നാം കണ്ടത്. പിന്നെ നാം കണ്ടത് എന്തേ? അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ച എല്ലാ കാര്യങ്ങളും. നിങ്ങൾ ആ ഖബറിന്റെ അടുത്ത് നിങ്ങൾ ഖബറിന്റെ മേലെ നിങ്ങൾ തേക്കണു കുത്തീറ, അതിലെ ചവിട്ടണു കുത്തീറ, ഇങ്ങനെ ഒരുപാട് അതിൽ നിങ്ങൾ എടുപ്പെടുക്കണു കുത്തീറ, അതിൽ നിങ്ങൾ സിമെന്റോ ഗുമ്മായമോ പെയിന്റോ കൊടുക്കണു കുത്തീറ എന്നൊക്കെ അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ച എല്ലാ കാര്യങ്ങളും പിന്നെ അവിടെ കാണറ. അല്ലാഹുവിൻ്റെ റസൂൽ വിരോധിച്ച എല്ലാ കാര്യങ്ങളും പിന്നീട് അവിടെ കാണറ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നീട് സിയാറത്തി എന്ന പേര് പറഞ്ഞും കൊണ്ട് അയാളോട് തന്നെ സഹായം തേടുന്ന ഒരവസ്ഥ. ആരാണിത്? ഒരു കൂറാ തങ്ങളുണ്ട് ചൊല്ലുന്ന ഒരു മനുഷ്യൻ. നിങ്ങൾ നോക്കുക, എത്ര പെട്ടെന്നാണ് അയാൾ മഹാനായി മാറിയത്. ഇത് പഠിക്കണം, നാം മനസ്സിലാക്കണം. എത്ര പെട്ടെന്നാണ്. എന്താണ് ഈ മഹാനാവണക്കുള്ള മാനദണ്ഡം? എന്തിനെ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കറും. ഒരാൾ മഹാനാകണക്കുള്ള മാനദണ്ഡം എന്തിനായിരിക്കും? ഒരുപാട് മഹാന്മാരെ നമ്മൾ കേട്ടതാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് മഹാന്മാരുണ്ടായിരുന്നു അല്ലേ? നമുക്കറിയാം. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹിമഹുല്ലാ മഹാനാണ്. കാരണം എന്താണ്? ഒരുപാട് ഹദീസിന്റെ വിഷയത്തിൽ സംഭാവന ചെയ്ത ആളായിട്ടുണ്ട്. അയാളുടെ കോൺട്രിബ്യൂഷൻ, അയാളുടെ കൊടുക ഇസ്ലാമിക്ക് വേണ്ടി ഒരുപാടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അബുൽ ഹസൻ അലി നദ്വി റഹിമഹുല്ലാ, അലി മിയാനോട് ചൊല്ലുന്ന അബുൽ ഹസൻ അലി നദ്വി ഒരുപാട് ഇസ്ലാമിക്ക് സംഭാവന ചെയ്ത ആളായിട്ട്. അങ്ങനെയുള്ള വല്ല സംഭാവന ഈ ഖുറാ തങ്ങൾ ചെന്ന ആൾക്കുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്താണ് അയാൾ ഇസ്ലാം ചെയ്ത കൊടുക? എന്തിനെ? കോൺട്രിബ്യൂഷൻ എന്തിനെ? നമ്മുടെ അറിവിൽ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് കാണുന്നത് സാധ്യമല്ല. ഇനി വേണ്ട, ഇനി ഇസ്ലാമിനെ സംബന്ധിച്ച് അയാൾക്ക് എന്തെങ്കിലും വല്ല വൈജ്ഞാനികമായ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ അയാൾക്കുള്ള ഇൽമെന്തിരെ, തെളിവളിക്ക എന്തിനെ എന്ന് നാം പരിശോധിക്കുകയാണെങ്കിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സാധാരണ മുസ്ലിമീങ്ങളുടെ ഇടയിൽ തർക്കമില്ലാത്ത പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതായിട്ടിക്കരെ, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതായിട്ടിക്കരെ, സഹാബത്തിന്റെ ഇജ്മാഉ കൊണ്ട് സ്ഥിരപ്പെട്ട പല കാര്യങ്ങളിലും ആ മനുഷ്യനുക്ക് ഒരു വ്യക്തമായ ധാരണയോ ധോരണയോ ഉണ്ടായിരുന്നില്ല. തൻ്റെ ഹയാത്ത് കാലത്ത് പോലും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വഅദ് പ്രസംഗങ്ങളിലൊക്കെ ഇസ്ലാമിലെ അടിസ്ഥാനം അടിത്തറക്ക് തന്നെ വിപരീതമായിട്ട് ഇങ്ങനെ സംഗതികളാണ് ഉണ്ടായത്.
ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം മാത്രം ഞാനിങ്ങനെ നിങ്ങളെ കേൾപ്പാട്ട് നിങ്ങൾക്കൊക്കെ പിടിയുള്ള കാര്യമാണ്. നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം നടത്തിയ ഒരു വഅദിലെ ഒരു ഭാഗം അദ്ദേഹം, അത് മാത്രം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടില്ല. ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോയിട്ടേ അതിനർത്ഥമുള്ളൂ. ഇത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ഒരു പളക്കം ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെത് മറ്റൊക്കെ യൂട്യൂബിൽ പരിധിയാൽ നിങ്ങൾക്ക് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായിട്ടില്ല, അങ്ങനെ പറഞ്ഞാൽ അവൻ പിഴച്ചു പോകുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വഅദിൻ്റെ ഒരു ഭാഗമായിട്ട് എന്തും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രമാത്രം ഗുരുതരമായിട്ട് ഒരു പളക്കമാണ് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായിട്ടില്ലാണ്ടാണ് അയാൾ ചൊല്ലുന്നത്. അങ്ങനെ ആരെങ്കിലും ചൊന്നാൽ അവൻ ഇസ്ലാമിൽ തെറ്റിപ്പോയിട്ടാണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ എന്തിനാ ചൊല്ലുന്നത്? ഇന്നക മയ്യിതുൻ. പരിശുദ്ധ ഖുർആന്റെ പളക്കമാണല്ലോ ഇത്, അല്ലാഹുവിന്റെ കലാമാണ്. ഓ പ്രവാചകരെ, നിങ്ങൾ മരിച്ചു പോകുന്ന ആളായിട്ടിക്കറ്, നിങ്ങൾ മരിക്കാറ് പ്രവാചകരെ എന്ന് അല്ലാഹു തആല ചൊല്ലു. നോക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്ന പളക്ക. ഇനി വേണ്ട, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂൽ വഫാത്തായ ഒരു സന്ദർഭത്തിൽ അവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല, അല്ലേ? റസൂൽ വഫാത്തായ സന്ദർഭം സ്ഥലത്തുണ്ടായത് വേറെ. അദ്ദേഹത്തിന്റെ മദീനക്ക് പുറത്ത് അദ്ദേഹത്തിന് ഒരു കൃഷി സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ തണ്ണിയൊക്കെ, ആ കൃഷിക്ക് തണ്ണി തേവണക്കൊക്കെ പോയതായിട്ട് റസൂൽ വഫാത്തായ വിവരം കിട്ടിയപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓടി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമായ അവിടെ പിന്നെ ആ മരിച്ചു കിടന്ന തൻ്റെ മകളുടെ ആയിഷ റളിയല്ലാഹു അൻഹ ആ റൂമിലേക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ റസൂലുള്ളാഹിനെ പുതച്ചതായിരിക്കുന്ന ആ പുതപ്പിനെ ഇങ്ങനെ മാറ്റി നോക്കിയപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്തായിട്ട് എന്നിട്ട് അദ്ദേഹം ചൊല്ലുന്ന ഒരു പളക്ക, റസൂലുള്ളാഹിന്റെ നെറ്റിത്തടത്തിലേക്ക് ഒരു മുത്തം കൊടുക്കൊരു, ഒരു മുത്തം കൊടുത്തിട്ട് അദ്ദേഹം ചൊല്ലുന്ന ഒരു പളക്ക. ഓ പ്രവാചകർ, അങ്ങേക്കല്ല കണക്കാക്കിയ മരണം അതിതാ നിങ്ങൾക്ക് സംഭവിച്ചു, നിങ്ങൾ മരിച്ചു പോയാറ്. അതങ്ങനെ ചൊല്ലുന്ന ഒരു കാരണവുമുണ്ട്. അവിടെ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഈ തങ്ങളെ പോലത്തെ പല പളക്കം ചൊന്ന പല ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെല്ലാം കേൾപ്പാട്ടിനു വേണ്ടിയായിട്ടുണ്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൊന്നത്. എന്നിട്ട് അവിടുന്ന് ആളുകളെല്ലാം വിളിച്ചു കൂട്ടി മുട്ട തയ്ക്കോറു ഒരു പളക്കം ചൊല്ലണമല്ലോ. എല്ലാവരുടെയും ചൊന്ന ഒരു പളക്കമുണ്ടല്ലേ, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദ് ഇബാദത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ മനസ്സിലാക്കട്ടെ, ഇതാ മുഹമ്മദ് മരിച്ചിറ മുഹമ്മദ്. അതെ, ആരെങ്കിലും അല്ലാഹ്ക്കാണ് ഇബാദത്ത് എടുക്കരുതെങ്കിൽ അള്ളയാണ് ഇവിടെ എന്നൊന്നും ജീവിച്ചിരിക്കരുത് മരിക്കാണ്ട്. അത് അള്ളാഹുവിന്റെ അട്രിബ്യൂട്ടാണ്, അത് റസൂലുള്ളാഹിന്റെ അട്രിബ്യൂട്ട് അല്ല, റസൂലുള്ളാഹിന്റെ വിശേഷണമല്ല മരിക്കാതിരിക്കുക എന്ന് ചൊല്ലുന്നത്. റസൂൽ മരിച്ചിട്ട് ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്ന ആളുമാർക്ക് ചെന്നു കൊടുത്തതും സഹാബത്തിന്റെ വിശ്വാസവും. ഇനി വേണ്ട, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചൊല്ലുന്ന ഒരു പളക്കമുണ്ട്. റസൂലുള്ളാഹി വഫാത്തായിട്ട് കുറേ കഴിഞ്ഞതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലുന്ന ഒരു പളക്കമുണ്ട്. ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ, അല്ലാഹ് നമുക്ക് ചെയ്തു തന്ന വലിയ ഒരു നിഅമത്തായിട്ടിക്കറ്. എന്തിനേറ്റ് ചൊന്നെങ്കിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൂഫിയ ഫീ ബൈതി, അല്ലാഹുവിന്റെ റസൂൽ മരിച്ചത്. നോക്കണം, ആ വാക്ക് ഉപയോഗിച്ച വാക്ക്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത് എൻ്റെ ഔത്തിലായിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത് എൻ്റെ ഔത്തിലായിട്ടുണ്ട്. ഇത് അല്ലാഹ്ക്ക് ചെയ്തു തന്ന വലിയ ഒരു നിഅമത്തായിട്ടുണ്ട്. വഫീ യൗമി, എൻ്റെ നാളിലായിട്ടുണ്ട്. അണ്ടത്തെ നാൾ അല്ലാഹുവിന്റെ റസൂൽ എൻ്റെ ഔത്തിൽ കഴിഞ്ഞുകൂടേണ്ട നാളായിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മരിച്ചത് അല്ലെങ്കിൽ എൻ്റെ ഒട്ടിക ഉറങ്ങേണ്ട ആ നാളായിട്ടുണ്ട്. അണ്ടത്തെ നാളിലാണ് അല്ലാഹുവിന്റെ റസൂൽ മരിച്ചത്. വബൈന സഹരി വനഹരി, എൻ്റെ മാറിടത്തിൽ, എൻ്റെ ഈ മാറിടത്തിൽ ഇവിടെ ഇങ്ങനെ തലചായിച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് ആകാശത്തേക്ക്, അതേ അൽ മലഉൽ അലായിലേക്ക് ഉയർന്നത്. വഅന്നല്ലാഹു ജമഅ ബൈന റിഖി വറിഖിഹി ഇൻദ മൗതിഹി, മരണത്തിൻ്റെ സന്ദർഭത്തിൽ നിൻ്റെ ഉപ്പുനീരും നിൻ്റെ ഉമ്മിനീരും അതേപോലെ റസൂലിൻ്റെ ഉമ്മിനീരും കൂടിക്കലർന്ന ഈ നിഅമത്ത് അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന വലിയ ഒരു നിഅമത്തായി. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചൊല്ലുന്നതായിരിക്കുന്ന പളക്ക അവിടെ വഫാത്തായി, അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്തായി. നോക്കണം, അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്തായിട്ടുള്ള സാധാരണ മദ്രസയിൽ പഠിക്കുന്ന വേണ്ട, നമ്മളെ മദ്രസ വേണ്ട, സമസ്ത മദ്രസയിൽ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും പിടിയുള്ള ആ പ്രാഥമികമായ വിവരം പോലും ആ മനുഷ്യനൊക്കെ ഉണ്ടായിട്ടില്ല എന്ന് വെക്കുമ്പോ, എൻ്റെ പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള ആളുമാരെയാണ് അള്ളാന്റെ ഔലിയാക്കളായി ഇവിടെ കൊണ്ട് നടക്കരുത്. ഇവരാണ് മഹാന്മാരായി നടക്കരുത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. എത്ര ഘടക
അല്ലാഹുവിന്റെ ഖുർആനുക്കും റസൂലുള്ളാഹിയുടെ തിരുസുന്നത്തുക്കും സഹാബത്തിന്റെ ഇജ്മാഉക്കും എതിരായിട്ടിരിക്കുന്ന ഒരു പളക്കമാണ്. അങ്ങനെ ചൊല്ലുക തീരാ. റസൂൽ വഫാത്തായിട്ടില്ല ചെന്നെങ്കിൽ അത് അള്ളാഹു നൽകുന്ന വെട്രിബുട്ടാണ്. വഫാത്താകാതെ എന്നെന്നും ഹയാത്തായിരിക്കുന്നത് അള്ളാഹുവാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവർ, ഞാൻ സംസാരം നീട്ടുക ഉദ്ദേശിക്കുന്നില്ല. ഇതായിട്ടും അയാളുടെ ഇസ്ലാമികമായിട്ട് വൈജ്ഞാനികമായ അറിവെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ മഹാന്മാരാക്കി കൊണ്ടു നടന്ന് അവരുടെ ഖബറുകൾ ഇങ്ങനെ കെട്ടിപ്പൊക്കി എന്നിട്ട് വലിയ ഒരു ബിസിനസ് അതിൻ്റെ പിന്നിൽ അതാണ് അവർക്കുള്ള ഉദ്ദേശം. വേറൊന്നുമല്ല. അങ്ങനെ ആഖിറം മറന്നുകൊണ്ട് സ്വർഗം മറന്നുകൊണ്ട് പോകുന്ന ഒരു ജനക്കൂട്ടം. ഇത് നാം തിരിച്ചറിയണം. ഇതിൽ നാം ശബ്ദിക്കണം. നിഷ്ക്രിയരാകാൻ പാടില്ല. ഇത് വലിയ അക്രമമാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കെതിരിൽ നിഷ്ക്രിയരായാൽ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് നാമും ആത്മീയബോധരാക്കുന്നത് സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തുക്ക് ശരിയായ ദിശാബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള അക്രമങ്ങളിൽ നിന്ന്, എല്ലാവിധത്തിലുള്ള ആപത്ത് വിപത്തുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. والسلام على أشرف الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷയുടെ രൂപത്തിൽ, ശിക്ഷയുടെ രൂപത്തിൽ അല്ലാഹു തആല ഇറക്കരുതായിരിക്കുന്ന ദുരന്തം അത് ഏതെങ്കിലും അക്രമികളെ മാത്രം ബാധിക്കുന്നതായിരിക്കുകയില്ല. അത്തരത്തിലുള്ള അക്രമങ്ങൾ കണ്ട് നിഷ്ക്രിയരായ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്രമങ്ങളെ ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ആളുമാരെയും അത് ബാധിക്കുമെന്ന ഒരു താക്കീത് പരിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെ നാം മനസ്സിലാക്കിയതാണ്. പ്രിയമുള്ളവരെ, ഖബറുമായി ബന്ധപ്പെട്ട് ഒരുപാട് അക്രമങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് സമൂഹത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിക്കുന്നത് ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഭാഗമെന്നാണ്. വാസ്തവത്തിൽ അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഭാഗമല്ല, അത് ഷിയായിസത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. ഷിയാക്കൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് നോക്കിയാൽ അത് ജൂതന്മാരിൽ നിന്നിട്ടാണ്. ഇതൊക്കെ വിശദീകരിക്കണം, ഇപ്പോൾ സമയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊക്കെ നമുക്ക് ഒരുപാട് ഹദീസുകളിലൂടെ, ഒരുപാട് ദശക്കണക്കിന് ഹദീസുകളിലൂടെ അല്ലാഹു റസൂൽ നമുക്ക് വെളിപ്പാടി തന്ന കാര്യമാണ്. ഈ ഖബറുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഇത്തരത്തിലുള്ള അനാചാരങ്ങളും ശിർക്കുകളും ഖബറിങ്ങനെ കെട്ടിപ്പൊക്കലും അതിങ്ങനെ പുതപ്പിക്കലുമെല്ലാം തന്നെ അവിടെ എടുപ്പുണ്ടാക്കലും പള്ളികൾ ഉണ്ടാക്കലും അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരൊറ്റ ഹദീസ്, അലാ വഇന്ന മൻ കാന ഖബ്ലകും, അറിഞ്ഞുകൊള്ളണം, നിങ്ങളുടെ മുമ്പുള്ളവർ കാനു യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹിം മസാജിദ, അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ അവർ ആരാധനാ കേന്ദ്രമാക്കി, സുജൂദ് ചെയ്യാനുള്ള കേന്ദ്രമാക്കി. ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, നിങ്ങൾ ഖബറുകളെ അങ്ങനെ സുജൂദ് ചെയ്യാനുള്ള, ആരാധിക്കാനുള്ള കേന്ദ്രമാക്കരുത്. ഫഇന്നി അൻഹാകും അൻ ദാലിക്, ഞാൻ വിരോധിക്കരുത് അതിൽ നിന്നിട്ട്. അല്ലാഹുവിൻ്റെ റസൂൽ ഞാൻ വിരോധിക്കരുത്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഈ കൽപ്പനകൾ ശരിക്കും ശിരസ്സ വഹിച്ച അറബ് നാടുകളിലൊക്കെ നാം കണ്ടതാണല്ലോ. നിങ്ങളൊക്കെ അറബ് നാടുകളൊക്കെ സന്ദർശിച്ചവരല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നാടും അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ നാട്, റസൂലിൻ്റെ ഖബർ നിങ്ങൾ
സന്ദർശിച്ചിട്ടില്ലേ? അതേപോലെ തന്നെ സഹാബത്തിന്റെ ഖബർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളായ ഒരുപാട് മക്കളൊക്കെ മറവ് ചെയ്യപ്പെട്ടതായിരിക്കുന്ന ബഖീഉൽ ഖർഖദ്, ജന്നത്തുൽ ബഖീ എന്ന് ചൊല്ലുന്ന മദീനയിലുള്ള ഖബർസ്ഥാനുകൾ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാകും. അതേപോലെ തന്നെ മക്കയിലുള്ള അൽ മുഅല്ല, അവിടുത്തെ ഖബർസ്ഥാനം നിങ്ങൾ ഒരു പക്ഷെ സന്ദർശിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ബദരീങ്ങളെ മറവ് ചെയ്യപ്പെട്ടതായിരിക്കുന്ന ആ ബദർ ശുഹദാക്കളുടെ മഖ്ബറകൾ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാകും. അതിനൊക്കെ അവസരം കിട്ടിയാൽ നിങ്ങളൊക്കെ പോയി നോക്കണം, സന്ദർശിക്കണം, സിയാറത്ത് ചെയ്യണം. അതാണ് ഇസ്ലാമിലെ സിയാറത്ത്. സിയാറത്ത് ചെന്നെങ്കിൽ ഖബർ സന്ദർശനമാണ്. ഖബർ സന്ദർശനം വേറെ, ഖബർ പൂജ വേറെ. അത് നാം കാണിച്ചു കൊടുക്കണം. ഇവിടെ നടക്കുന്നത് ഖബർ സിയാറത്തല്ല, ഖബർ സിയാറത്തല്ല, ഖബർ സന്ദർശനമല്ല, ഖബർ പൂജയാണ് ഇവിടെ നടക്കുന്നത്. ഇത് രണ്ടും വേർതിരിച്ച് ഉമ്മത്ത് കാണിച്ചു കൊടുക്കേണ്ട കടമ നമ്മുടേതാണ്. ഖബർ സന്ദർശനോട് ചെന്നത് അത് ശരിയായ ഒരു ആദർശബോധമുള്ള ഒരു തൗഹീദ്, ഒരു മുവഹിദായ ഖുർആനും ഹദീസും ഇപ്പറ്റി നടത്തുന്നത് ഖബർ സിയാറത്താണ്, സുന്നത്താണ്. അവൻ നേരെ പോകും ഖബർസ്ഥാനിലേക്ക്. പോയിട്ട് അവിടെ ഇങ്ങനെ അവൻ ചിന്തിക്കും, നാളെ ഞാനും ഈ ഖബറിലെ ഒരാളാകുമല്ലോ. അവനവിടെ സലാം പറയും, സലാമുൻ അലൈക്കും തീർന്നു. പിന്നെ അവിടെ അവൻ്റെ അപ്പ ഉണ്ടെങ്കിൽ അസ്സലാമു അലൈക യാ അബതാ, എൻ്റെ അബ്ബാ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ. ഉമ്മയുണ്ടെങ്കിൽ അസ്സലാമു അലൈക യാ ഉമ്മ, തീർത്തു. എന്നിട്ട് അവൻ ഒരുപാട് കലങ്ങി മറിഞ്ഞ കണ്ണുനീരുമായിട്ട് അവരിങ്ങനെ തിരിച്ചു വരും. ഇതാണ് സിയാറത്ത്, ഖബർ സിയാറത്ത് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പാട്ടിയത്. ഇത് അല്ലാഹുവിൻ്റെ റസൂൽ ആദ്യം നിരോധിച്ചത്. എന്തേ? ജനങ്ങൾക്ക് ഖബർ സിയാറത്ത് എന്തിനെ, ഖബർ പൂജ എന്തിനെ എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വിരോധിച്ചു ഖബർ സിയാറത്തിനെ. പിന്നെ ജനങ്ങൾക്കെല്ലാം മനസ്സിലാക്കി കൊടുത്തു റസൂൽ. ഖബർ പൂജയായിട്ട് ചെന്നെങ്കിൽ ഇന്നതായിട്ടിക്കറെ, ഖബർ സിയാറത്തിൽ ചെന്നെങ്കിൽ ഇന്നതായിട്ടിക്കറെ. ഇന്ന് നടക്കുന്നത് ഈ ഖബറൊക്കെ കെട്ടിയിട്ട് ഖബർ പൂജയായിട്ടിക്കറെ. അവരെങ്ങനെയാണ് പോകുന്നത്? ഖബർ സിയാറത്തിന്റെ പേരിൽ പോകും. അവിടെ ആ ഖബറാളുടെ എത്തുമ്പോൾ അവനക്ക് വല്ലാത്ത ഒരു പേടി. കാരണം ഈ ഖബറിൽ കിടക്കുന്ന ആളുണ്ട് ചെന്നെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മുട്ടുള്ള ആള്, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറെ കഴിവുള്ള ആള്. പേടി വേണ്ട. ആ പേടി വരലോട് കൂടെ അവിടെ ശിർക്കാണ്. അത് ശിർക്കായി തീർന്നു. അള്ളാഹുവിനെ പേടിക്കുന്നത് പോലെ അവൻ്റെ സൃഷ്ടികളെ പേടിച്ചാൽ ശിർക്കായി തീർന്നു. പിന്നീട് അവിടെ പോയിട്ട് അവനതിന് മുത്തറ, പിന്നീട് അവിടെ പോയിട്ട് അവിടെ സുജൂദ് ചെയ്യറ. ഇതൊക്കെ നടക്കുന്നത് ഇത് ഖബർ പൂജയാണ്. പ്രിയമുള്ളവരെ, ഖബർ സിയാറത്തുമായി ബന്ധമില്ല. ഇതുള്ള ബന്ധം ഷിയായിസവുമായിട്ടായിട്ടിക്കറെ. ഷിയായിസ് കൊണ്ട് ചെന്നെങ്കിൽ അത് ജൂതന്മാർന്ന് കിട്ടിയ സംസ്കാരമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബർ സിയാറത്തും ഖബർ പൂജയും നാം തിരിച്ചറിയണം. അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിരിക്കുന്ന ബാധ്യത, ചുമതലയും കൂടി നമുക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിധത്തിലുള്ള ശിർക്കിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് നമ്മെയും ഈ ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. യഥാർത്ഥ ഖുർആനും സുന്നത്തും അനുധാവനം ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ പരലോകത്ത് അവൻ്റെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രധാനമായും 1-2 കാര്യങ്ങൾ ചൊല്ലണമുള്ളത്. ഇണ്ട് പള്ളിക്കുള്ള കലക്ഷനായിട്ടിക്കറ് എല്ലാവരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. പിന്നീട് നാളത്തെ ക്ലാസ്, നാളെ വൈകുന്നേരം പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇക്കര ലേഡീസുകളുടെ ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ സഹോദരിമാർ ആ ക്ലാസ് ഉപയോഗപ്പെടുത്തണം. നാളെക്കരി ഞായറാഴ്ച യൂണിറ്റി ഹാൾ, കല്ലാപ്പിൽ വെച്ച് യൂണിറ്റി ഹാളിൽ അവിടെ ഈ അടുത്ത കാലത്ത് ലേൺ ദ ഖുർആൻ പഠിച്ച് അതിനെ പരീക്ഷ എഴുതിയ ആളുമാർക്കുള്ള സമ്മാന വിതരണ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ അവിടെ നടക്കരുത്. അതിൻ്റെ ഭാഗമായിട്ട് നല്ല 2 പ്രൗഢമായിട്ട് ഇക്കരെ പ്രസംഗവും സ്പീച്ചും ഉണ്ടായിരിക്കും. ഒന്ന് മലയാളത്തിലായിരിക്കും. കേരളത്തിൽ നിന്ന് പ്രഗത്ഭനായിട്ട് ഇക്കരെ പണ്ഡിതൻ വാക്കിമി അനസ് മുസ്ലിയാറായി ആണ് ഒരു സ്പീക്കറായിട്ടുള്ളത്. മറ്റൊന്ന് ഉറുദുലായിട്ട് ഇക്കര് അസീസ് മദിനിട്ട് ചൊല്ലൻ, അസീസ് മമരി മദിനിട്ട് ചൊല്ലൊരാൾ. അതായത് ഞായറാഴ്ച 4:30 മണിക്ക് തുടങ്ങരുത്. വൈകിട്ട് 4:30 മണിക്ക് തുടങ്ങി ആ 4:30 മണിക്കുള്ള പ്രോഗ്രാം, ഫസ്റ്റ് പ്രോഗ്രാം അത് പെണ്ണുങ്ങൾക്കായിരിക്കും, ലേഡീസ്ക്കായിരിക്കും. ആ പരിപാടി അത് മഗ്രിബത്തോളം ലേഡീസാണ്. മഗ്രിബ് കഴിഞ്ഞതിൽ നിന്ന് പിന്നെ 10 ഘട്ടത്തോളം 10 മണിയോളം രാത്രി ആണുങ്ങൾക്കുള്ള പരിപാടി ആയിരിക്കും. എൻ്റെ സഹോദരങ്ങൾ, സഹോദരിമാർ ആ പരിപാടിയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ആവണം. അവിടെ നടക്കുന്നതായിരിക്കുന്ന ആ നസീഹത്ത് നല്ലപോലെ കേൾക്കണം, മനസ്സിലാക്കണം, ജീവിതത്തിൽ പകർത്തുന്നതുകൊണ്ട് പ്രത്യേകമായിട്ട് എല്ലാവരും അറിയിച്ചു കൊള്ളരെ. പിന്നീട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, ദ്വാരക്കുന്നതിന് വേണ്ടി കുറേ ആൾമാർ ചൊത്തു. പ്രത്യേകിച്ച് ഇവിടെ പള്ളി നിസ്കരിക്കുന്നു വേണ്ട അയാളെ ഒരു സഹോദരിക്ക്, പെങ്ങൾക്ക് 2 കിഡ്നി ഫെയിലായിട്ട് ഇങ്ങനെ വളരെ പ്രയാസത്തിലാണ്. അതുകൊണ്ട് പ്രത്യേകമായി ദ്വാരപ്പെടുക,
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ രോഗം വളരെ പെട്ടെന്ന് അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു രോഗവും ബാക്കി വെക്കാത്ത നിലക്ക് പൂർണ്ണമായ നിലക്കുള്ള ആജിലായ ശിഫ അല്ലാഹു തആല പെണ്ണുകൾക്കും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഒരു പ്രധാനമായ കാര്യം ചിലരുണ്ടെങ്കിൽ എത്രയോ പള്ളിക്കപ്പെട്ട ആളുമാർ തങ്ങളുടെ വാഹനം വെഹിക്കിള് ഈ പള്ളിയുടെ എതിരെ തന്നെ കൊണ്ടുവന്നിട്ടാണ്. കഴിഞ്ഞ ആഴ്ച ബുദ്ധിമുട്ടായി ഒരിക്കലും നാം ഈ വെള്ളിയാഴ്ച 2 പ്രിയമുള്ളവരെ പ്രത്യേകിച്ചും അങ്ങനെ ബുദ്ധിമുട്ടാക്കണമെന്ന് തീരാണ്. പള്ളിയുടെ ഉൾക വന്നെങ്കിൽ പോലും അല്ലാഹു റസൂലിനെ ബുദ്ധിമുട്ടാക്കണമെന്ന് തീരാണ്. ഒരാളെ കടന്നും കൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടാക്കിയിട്ട് നിങ്ങൾ മുന്നേ നടന്നു പോകണമെന്ന് തീരാ. ഇങ്ങനെയൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ ആദാബുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടത്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വെഹിക്കിളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ മറ്റുള്ളവർക്ക് പള്ളിക്ക് വരാൻ പറ്റാത്ത നിലക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വെഹിക്കിളൊന്നും നിലക്ക് പോകാൻ പറ്റാത്ത നിലക്ക് നിങ്ങൾ എങ്ങനെയാണ് ഈ പള്ളിയുടെ എതിരെല്ലാം കൊണ്ടുവന്ന് വെക്കരുത്? എത്രയോ ഉത്തരങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കരുത് പാടില്ല. അതൊക്കെല്ലാം ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമ്പോൾ നിങ്ങൾ പഠിപ്പാട്ടൊരു സംഗതിയല്ലേ. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുള്ള പ്രത്യേകമായ സ്ഥലം കൊണ്ട് വെഹിക്കിൾസ് എല്ലാം കൊണ്ടുവെക്കുമ്പോൾ ആ ഗ്രൗണ്ടുണ്ട് വിശാലമായത്, അവിടെ കൊണ്ടുപോയി വെക്കണം. ആരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത് പ്രിയമുള്ളവരെ. ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യവും ഖൈറായ നിലക്ക് സന്തോഷത്തിൽ അല്ലാഹു തആല പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.